ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കാണാൻ ഭംഗി മാത്രമല്ല കഴിക്കാനും വളരെ രുചികരമായ ഒരു ദാൽ പിത്തി ഇന്ത്യൻ പാസ്തയാണ് തയ്യാറാക്കുന്നത്. യുപിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയും പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഈവനിങ് സ്നാക്സോ ഡിന്നറോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൂപ്പ് പോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായി നമുക്കൊരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ ഒരു കപ്പോളം നമുക്ക് സാമ്പാർ പരിപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ച് 2-3 തവണ വാഷ് ചെയ്യാം. വാഷ് ചെയ്തതിന് ശേഷം ഒരു കുക്കറിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 3.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂണ് നമ്മുടെ നെയ്യും കൂടെ ചേർത്തതിന് ശേഷം ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഒരു 5 to 6 വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. പരിപ്പൊന്ന് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് പാസ്തയുടെ ഡോ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഒരു ബൗളിലോട്ട് 1.5 കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം ഇതിലോട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് അച്ചാറിൻ്റെ എണ്ണയില്ലേ, ആ ഒരു എണ്ണ നമുക്കൊരു 2-3 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മാങ്ങാച്ചാറോ നെല്ലിക്കാച്ചാറോ എന്ത് അച്ചാറിൻ്റെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമനുസരിച്ച് വെള്ളം ചേർത്ത് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നന്നായിട്ടൊരു സോഫ്റ്റ് ഡോ ആയിട്ട് നമ്മളിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. 2-3 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഒരു 20 മിനിറ്റ് റെസ്റ്റിന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കുക്കറും വിസിലടിച്ച് പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് കുക്കർ മാറ്റി വെച്ചതിന് ശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പാസ്ത നമ്മൾ തയ്യാറാക്കുമ്പോൾ നെയ്യിലാണ് തയ്യാറാക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നെയ്യ് ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായതിനു ശേഷം നമുക്കിതിലോട്ട് ഒരു 2 വത്തലമുളക് ഒന്ന് ഞുറുക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ ഒരു ബേ ലീവ്സും കൂടെ നമുക്ക് ഒന്ന് ഞുറുക്കി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പത്തിൽ തന്നെ നമുക്ക് ഒരു ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ജീരകം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി, ഒരു 10 to 20 വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂട്ടത്തിൽ തന്നെ ഒരു 2 മീഡിയം സൈസ് സവോള ചോപ്പ് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് ഈ വകയെല്ലാം ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോളയെല്ലാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം നമുക്കിതിലോട്ട് തക്കാളിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസസ് തക്കാളിക്ക് തീരെ നൈസായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് എരിവിന് അനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്തോളൂ. ഞാനിവിടെ 1/2 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ ജീരകം പൊടിച്ചത് അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ തക്കാളിക്ക് ഒന്ന് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് സൂക്ഷിച്ച് ആഡ് ചെയ്യാം, കാരണം നമ്മൾ പരിപ്പിലൊക്കെ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഡോയിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനായി ഉപ്പ് സൂക്ഷിച്ച് ആഡ് ചെയ്തുള്ളൂ കേട്ടോ. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഉടച്ചുടച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ പരിപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ വിസ്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു തവി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഒരു തരിതരിപ്പൊന്നും ഇല്ലാണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നമ്മുടെ തക്കാളിക്കെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു വിസ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പ് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആകുന്ന ആ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ഈ ഒരു വെള്ളം ആവശ്യമനുസരിച്ച് ആഡ് ചെയ്യുക. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു പാസ്ത ആഡ് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് കുറുകി കിട്ടും കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലൊരു ബോയിലായി നന്നായിട്ടൊന്ന് കുക്കാവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് പാസ്തയൊന്ന് റെഡിയാക്കാം. ഇപ്പോൾ നമ്മുടെ ഡോ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഇതേ രീതിയിലൊന്ന് കുഴച്ചതിന് ശേഷം ഒരു കുഞ്ഞ് ബോളാക്കി നമുക്ക് എടുക്കാം. ശേഷം നന്നായിട്ടൊരു മാവിലോട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ചപ്പാത്തിയുടെ പരുവത്തിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ ഒരു ചപ്പാത്തിയുടെ പരുവത്തിൽ നമ്മളിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയൊരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ച് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഭാഗം ജസ്റ്റ് മാറ്റി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഡിസൈൻ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു പൂ പോലെ നമുക്കൊന്ന് ആക്കിയെടുക്കാം.
അപ്പോൾ ഇതാ നോക്കിക്കോളൂ, ബാക്കിയെല്ലാം ഞാൻ ഇതേ രീതിയിൽ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലോസപ്പ് ആയിട്ട് നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കൈമയും ഒരു പൂരി എടുത്തതിന് ശേഷം അതിൻ്റെ മേൾ വശം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടക്ക് ചെയ്ത് കൊടുക്കാം. എൻഡിങ് ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി ആ ഒരു സൈഡിലോട്ടും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. മേൽവശം ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒട്ടിച്ചതിന് ശേഷം താഴെ ഭാഗം വീണ്ടും അതേ പോർഷനിലോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നല്ലൊരു ഫ്ലവർ റെഡി ആയില്ലേ. അപ്പോൾ ഇതേ രീതിയിൽ ഞാനിവിടെ ബാക്കിയെല്ലാം ഒന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാസ്ത നമുക്ക് പരിപ്പിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പരിപ്പ് ഇവിടെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് എന്താ ചെയ്യാം, നമ്മുടെ പാസ്ത റെഡിയാക്കി വെച്ചിരിക്കുന്ന പാസ്ത നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോന്നായിട്ട് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. റെഡിയാക്കി വെച്ചിരിക്കുന്ന പാസ്ത ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഒരു 6 to 7 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഒരു 7 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്യാം. നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് ബോയിലും വന്നിട്ടുണ്ട്. നന്നായിട്ട് നമ്മുടെ ഒരു പാസ്ത റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തോ അല്ലെങ്കിൽ കഴിച്ചിട്ട് വേണമെങ്കിലും ചെക്ക് ചെയ്തോളൂ. ഉപ്പും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തോളൂ കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ബോയിൽ വന്നതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ ഇന്ത്യൻ പാസ്ത ദാൽ പിത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈ ഒരു പാസ്ത അല്ലെങ്കിൽ നമ്മുടെ ദാൽ പിത്തി നല്ല ചൂടോടെ നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് സെർവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചൂട് ദാൽ പിത്തി അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പാസ്ത നമ്മുടെ സർവിങ് ബൗളിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്ത് രസമല്ലേ കാണാൻ മാത്രമല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർ ധാരാളം കഴിച്ചു പോകും, കാരണം അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.